നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് MK രാഘവൻ MP പ്രതികരിച്ചു. മേജർ ജനറലെ കണ്ടു താൻ സംസാരിച്ചുവെന്നും ഡ്രോണിന്റെ ബാറ്ററി ഇന്ന് എത്തിക്കുമെന്നും ഡ്രൈവിംഗ് ടീം ഇന്ന് എത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അർജുനെ കണ്ടെത്തുക എന്നതായിരുന്നു നമ്മുടെ ആവശ്യം. അതിന് സഹായിക്കുന്ന കർണാടക സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നും MK രാഘവൻ MP പറഞ്ഞു. എല്ലാ തിരച്ചിലും നടത്തുന്നത് അർജുന് വേണ്ടിയാണ്. സൈന്യവും നേവിയും MLAയും കളക്ടറും പോലീസ് സൂപ്രണ്ടുമെല്ലാം മുഴുവൻ സമയവും ഇവിടെ തന്നെയാണ്. മലയാളികളുടെ ഐക്യം അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അർജുന് വേണ്ടി കേരളം ഒരുമിച്ച് നിൽക്കുന്നു. സ്വാഭാവികമായും അവർക്ക് താല്പര്യം കൂടി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് രക്ഷാദൌത്യം ലക്ഷ്യത്തിലെത്തുമെന്നാണ് അധികൃതർ പറഞ്ഞതെന്നും MK രാഘവൻ MP തുറന്നടിച്ചു. മാത്രമല്ല, സച്ചിൻ ദേവ് MLAയും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതേസമയം ഏതുവരെ എത്തി ആ ഒരു തിരച്ചിൽ നടപടികളെന്ന് നമുക്ക് നോക്കാം. അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ്പ് ഡൈവേഴ്സ് എത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന തുടങ്ങുക. 12 മണിയോടെ ഡ്രോൺ എത്തിക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് അവർക്ക് മുന്നിലുള്ളത്. നേവിയുടെ ഡൈവർമാർ പുഴയിലിറങ്ങി. താൽക്കാലിക ടെന്റിൽ ഡ്രോൺ കൺട്രോൾ റൂം ഉണ്ട്. ബാറ്ററി എത്തിയാലുടൻ ഡ്രോൺ പ്രവർത്തിക്കും. കാറ്റിന്റെ വേഗത നിർണായകമാണ്. ഉചിതമായ സാഹചര്യമെങ്കിൽ ഡൈവർമാർ പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങും. ഗംഗാവലി പുഴയുടെ അടിത്തട്ട് പരിശോധിക്കുകയാണ് അവർ. ഡ്രഗ് കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധരും എത്തിയിട്ടുണ്ട്. 15 അംഗത്തിന്റെ പരിശോധന 3 ബോട്ടുകളിലായിട്ടാണ് നടക്കുന്നത്. ലോറി ഉയർത്താനുള്ള ക്രെയിൻ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. ലോറി പുഴയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ലോറി ഉയർത്താനായി പുഴയിൽ പ്രത്യേക പ്ലാറ്റ്ഫോം സ്ഥാപിക്കാനാണ് തീരുമാനം. കരയിൽ നിന്ന് 30 മീറ്റർ മാറി അടിത്തട്ടിൽ 15 അടി താഴ്ചയിൽ ലോറിയുണ്ടെന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതേസമയം ഈ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഗംഗാവലി പുഴയിൽ ഇറങ്ങി. ഡിങ്കി ബോട്ടിലാണ് നാവികർ പുഴയിൽ ഇറങ്ങിയത്. സ്കൂബ ടീമിന്റെ ട്രയൽ ഡൈവ് ഉടൻ നടത്തും. സംഭവ സ്ഥലത്തെത്തിയ AKM അഷ്റഫ് MLA പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. മുങ്ങൽ വിദഗ്ധർ ലോറിയിൽ ആദ്യം അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് അഷ്റഫ് MLA പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇരുമ്പുവടം ലോറിയുമായി ബന്ധിപ്പിക്കും. പുഴയിലേക്കുള്ള ഒഴുക്ക് കുറയ്ക്കാൻ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ടെന്നും അഷ്റഫ് MLA പ്രതികരിച്ചു. അതിനിടെ രക്ഷാദൌത്യത്തിന് തടസ്സമായി കനത്ത മഴയും കാറ്റും പുഴയിലെ ഒഴുക്കും ഒക്കെ വില്ലന്മാരായി മുന്നിലുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് രക്ഷാദൌത്യം പൂർത്തിയാക്കുക എന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് മുന്നിലുള്ളത്. കനത്ത മഴ പെയ്തതോടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. മഴ കുറഞ്ഞപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു. അർജുനെ കണ്ടെത്താനായി അത്യാധുനിക ഡ്രോൺ ഉച്ചയോടെയാണ് എത്തുക. അർജുനെ കണ്ടെത്താനായി കൂടുതൽ ബൂം, എക്സവേറ്റർ, ക്രെയിൻ, ലോറി എന്നിവ അപകട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് നിർണായകമായ ദിവസം തന്നെയാണ്. മണിക്കൂറുകൾ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. അർജുനിലേക്ക് നമ്മൾ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് എല്ലാവരുമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.